വെൽക്കം ടു ഹെൽത്തി കുക്കിംഗ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പൂരിയുടേതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. വീഡിയോയിലേക്ക് പോകും മുൻപ് ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ആക്കിയാൽ ഞാനിടുന്ന അടുത്ത വീഡിയോസ് മുതൽ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പൂരി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് കുതിരാനായി വയ്ക്കാനാണ്. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിന് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് കുതിരാൻ വെച്ച റവയാണ്. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പൂരിക്ക് മാവ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കട്ടിക്ക് വേണം. ഒരുപാടങ്ങ് കട്ടിയാകരുത്. എന്നാൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കട്ടിക്ക് വേണം മാവ്. ഇതിപ്പം നമ്മളെല്ലാം കൂടി തിരുമ്മിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കുഴച്ചെടുക്കുന്നത്. വെള്ളം ആദ്യമേ ഒരുപാട് ഒഴിക്കരുത്. കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി. വെള്ളം ആദ്യമേ ഒരുപാട് കോരി ഒഴിക്കരുത്. വളരെ കുറച്ചായിട്ട് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇതൊരു 2-3 മിനിറ്റത്തെ പണിയുണ്ട് കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. മാവ് ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരുപാട് ലൂസുമല്ല എന്നാൽ ഒരുപാട് കട്ടിയുമല്ലാത്ത ഒരു രീതിക്കാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്നും കൂടി ഒന്ന് തിരുമ്മിക്കൊടുക്കുമല്ല, തേച്ച് കൊടുക്കുവാണ്. മാവിൻ്റെ മുകളിലേക്ക് ഈ ഓയിലെല്ലാം പറ്റുന്ന രീതിയിൽ ഒന്നുകൂടെ ഒന്ന് തിരുമ്മി കൊടുക്കുകയാണ്. ഇതൊരു 10-15 മിനിറ്റത്തേക്ക് നമുക്കിതുപോലെ അടച്ച് ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം. ഇപ്പം മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് പൂരിക്ക് വേണ്ടിയിട്ട് പരത്തിയെടുക്കാം. പരത്തും മുമ്പ് ഇതേപോലെ ചെറിയ മാവുകളാക്കണം. ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വേണ്ട, അതിലും ചെറിയ ഉരുണ്ടകളാക്കി എടുത്താൽ മതി. നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ഇനി പരത്തിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു കൗണ്ടർ ടോപ്പിലോട്ട് ഒരു സ്വല്പം മാത്രം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഗോതമ്പ് പൊടി ഒരുപാട് ആവശ്യമില്ല, ഒരു സ്വല്പം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി.
ഇതിനൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ ഇതുപോലൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു റൗണ്ട് ഷേപ്പ് പൂരിക്ക് കിട്ടും. കണ്ടോ? ഇതേപോലെ നമുക്ക് എല്ലാ മാവും പരത്തിയെടുക്കാം. എണ്ണ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, നമുക്ക് നന്നായിട്ട് പൂരി പൊങ്ങി വന്നിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ മതി, ഹൈ ഫ്ലെയിമിൽ വേണ്ട, ലോ ഫ്ലെയിമിൽ ആക്കരുത്. കണ്ടോ? പൂരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെയും നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് ആദ്യമായിട്ട് പാചകമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. അതുവരെ ബൈ.